ഇന്നത്തെ വീഡിയോ വളരെ ദുഃഖകരമായ എന്നാൽ നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യം വേണ്ട ഒരു മുന്നറിയിപ്പാണ്. സാധാരണയായി സംഭവിക്കുന്ന റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഭീകരമായ ദിശയിലേക്ക് വഴിതെറ്റി മാറുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കേസ്. 2025 ഡിസംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ പഠിക്കുന്ന 19 വയസ്സുള്ള പെൺകുട്ടി അവധിക്ക് നാട്ടിലേക്ക് വരികയാണ്. അന്നത്തെ ദിവസം രാത്രി ഇവരുടെ കുടുംബം ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്ര ചടങ്ങിലേക്ക് പോയി വരികയായിരുന്നു. ഇപ്പൊ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ അടുത്തുള്ള ഒരു കടയിലേക്ക് പോയിട്ട് വരാമെന്ന്. ഇപ്പോൾ രാത്രി ഏറെ വൈകിയില്ലേ, ഇപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. അതച്ഛാ ഇവിടെ അടുത്താണ്, ഞാൻ പെട്ടെന്ന് പോയി തിരിച്ചു വരാമെന്ന് ആ മകൾ ഉറപ്പ് നൽകി. കോളേജിൽ പഠിക്കുന്ന വളർന്ന മകളാണ്. അവളിപ്പോൾ പോയിട്ട് വരും എന്ന് കരുതി അച്ഛൻ അനുവാദം നൽകി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ഇതാണ് അവളുടെ ശബ്ദം, സ്വന്തം മകളുടെ ശബ്ദം അവർ അവസാനമായി കേൾക്കുന്നത് എന്ന്. പിന്നീടുള്ള ദിവസങ്ങൾ ആ മകളെ തേടിയുള്ള തിരച്ചിലായിരുന്നു. ഒരു മിസ്സിംഗ് പരാതിയിന്മേൽ പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം ചോദ്യം ചെയ്തു. അവസാനം അവരുടെ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു മലമുകളിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി. കുടുംബം പറയുന്നത് മറ്റാരോ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന്. പക്ഷേ ലഭിച്ച തെളിവുകളെല്ലാം ഒരാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെ നിരവധി വഴിത്തിരിവിലേക്കാണ് ഈ ഒരു കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അന്നത്തെ ദിവസം ആ രാത്രി ഈ ചിത്രപ്രിയ എന്ന പെൺകുട്ടിക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചത്? ചിത്രപ്രിയ മലയാറ്റൂരിലെ മുണ്ടങ്ങമട്ടത്ത് വീട്ടിലാണ് താമസം. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ചില ദിവസങ്ങൾക്ക് മുൻപാണ് അവധി ആഘോഷിക്കാൻ അവൾ സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. അച്ഛൻ അമ്മ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. മകളെ പഠിപ്പിക്കുവാനും വളർത്തുവാനും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന 2 പേർ. ഇപ്പോൾ മകൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം രണ്ടുപേരും ചെയ്തു കൊടുത്തു. സന്തോഷത്തോടു കൂടി മകളുമായി സമയം ചിലവഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം അച്ഛനും അമ്മയും ചേർന്ന് ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭജനയിലും ചടങ്ങിലും ഒക്കെ പങ്കെടുക്കാനായി പോയി. 3 പേരും ചേർന്ന് പങ്കെടുത്തു. തിരികെ വീട്ടിലേക്കും വരുന്നു. ഇങ്ങനെ വരുന്ന വഴിക്കാണ് അച്ഛനമ്മയെ വീട്ടിൽ പോയിക്കോളൂ, ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഒരു കടയിലേക്ക് പോയിട്ട് വരാമെന്ന് ചിത്ര പറഞ്ഞു. അച്ഛനിപ്പോൾ ചിന്തിച്ചു, ഇത്രയും വളർന്ന മകളല്ലേ, തടസ്സമൊന്നും പറഞ്ഞില്ല. തൊട്ടടുത്ത് പോയിട്ട് വരും എന്ന് കരുതി അച്ഛനും അമ്മയും അവൾക്ക് അനുവാദം നൽകി. പിന്നീട് മാതാപിതാക്കൾ 2 പേരും വീട്ടിലേക്ക് എത്തി. പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മകളെ കാണാനില്ല. ഇപ്പൊ മകളെ ഫോൺ വിളിച്ചു നോക്കി, അറ്റൻഡ് ചെയ്യുന്നില്ല. വല്ലാത്ത ആശങ്കയിൽ ചുറ്റുമുള്ള എല്ലാവരോടും ചോദിച്ചു. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ബാംഗ്ലൂരിലുള്ള സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിച്ചു ചോദിച്ചു. ചിത്രയുടെ ഫോണിൽ വീണ്ടും വിളിച്ചു നോക്കി. ഒരിക്കൽ പോലും റെസ്പോൺസ് ഇല്ല. അവസാനം അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി നൽകി. പോലീസും അന്വേഷണം തുടങ്ങി. ആ പ്രദേശം മുഴുവനും തിരഞ്ഞു. CCTV ഫുട്ടേജുകളെല്ലാം ശേഖരിച്ചു. ചിത്ര അവസാനമായി പോയ ദിശ എല്ലാം പരിശോധിച്ചു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ലഭിക്കുന്നത്. ഒരു പള്ളിക്ക് സമീപമുള്ള CCTVയിൽ ഈ ചിത്ര ഒരു യുവാവിന്റെ കൂടെ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് പരിശോധിച്ചപ്പോൾ ആ ഒരു യുവാവ് അലൻ എന്നു പേരുള്ള ഒരു വ്യക്തി, ഇവൻ ചിത്രയുടെ ഒരു പരിചയക്കാരനാണെന്നും കണ്ടെത്തി. അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അതെ അന്നത്തെ ദിവസം രാത്രി ഞാൻ അവളെ പിക്ക് ചെയ്തിരുന്നു, കുറച്ചു ദൂരം കൊണ്ടുപോയി ഇറക്കി വിട്ടു, അതിനുശേഷം അവൾ എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. പോലീസ് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അവർക്ക് ലഭിച്ചത്. ചിത്രപ്രിയ കാണാതായി ഒരു 3-4 ദിവസത്തിന് ശേഷം ദൂരെയുള്ള ഒരു മലയോര പ്രദേശത്ത് റബ്ബർ തോട്ടത്തിനുള്ളിൽ ആരും അധികം പോകാത്ത ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം പരിശോധിച്ചപ്പോൾ അത് ചിത്ര തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹം അല്പം അഴുകിയ അവസ്ഥയിലായിരുന്നു. തലയിൽ തീവ്രമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുപ്രകാരം പോലീസ് ആദ്യം ഇതൊരു കൊലപാതകം എന്ന് തന്നെ ഉറപ്പിച്ചു. വർഷങ്ങളോളം സ്നേഹിച്ചു വളർത്തിയ മകൾ പെട്ടെന്നൊരു ദിവസം കാണാതാകുന്നു. അവസാനം ഇത്തരത്തിൽ ഒരവസ്ഥയിൽ കണ്ടെത്തപ്പെടുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ അതൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനേ സാധിക്കില്ല. അവർ തീർത്തും തളർന്നുപോയി. ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങളും സമൂഹവും ചിത്രയ്ക്ക് നീതി ആവശ്യപ്പെട്ട് പരസ്പരം ചർച്ചകൾ ആരംഭിച്ചു. ആ സമയം വരെയും ചിത്ര എന്ന പെൺകുട്ടി കാണാതായ പെൺകുട്ടി എന്ന നിലയിൽ മാത്രമായിരുന്നു ഈ ഒരു കേസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മൃതദേഹം കണ്ടെത്തിയതോടെ പോലീസ് വീണ്ടും അലനെ വിളിച്ച് ചോദ്യം ചെയ്തു. കാരണം അന്നത്തെ ദിവസം രാത്രി അവസാനം അവളെ കണ്ടത് അലനാണ്.
അവൾ അവസാനമായി കൂടെ പോയത് അലന്റെ കൂടെയാണ്. CCTV ദൃശ്യങ്ങൾ അതാണ് പറയുന്നത്. അതുകൊണ്ട് പോലീസ് വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാനായി അലനെ വിളിപ്പിച്ചു. അവിടെ മുതലാണ് മുഴുവൻ കഥയും പുറത്തേക്ക് വരുന്നത്. അലനും ചിത്രയും സ്കൂൾ കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. ദീർഘകാലത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു. വർഷങ്ങളോളം അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പക്ഷേ സ്കൂൾ കഴിഞ്ഞ് ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ഈ ബന്ധത്തിൽ ചില പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടായി. ചിത്ര ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി. അതേസമയം അലൻ നാട്ടിൽ തന്നെയായിരുന്നു. രണ്ടുപേർക്കും ഇടയിലുള്ള ദൂരം ഇപ്പോൾ വർദ്ധിച്ചു. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുഴുവനായും തകർന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തെക്കുറിച്ച് നല്ല അഭിപ്രായം ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വേർപെടുത്താൻ ശ്രമിച്ചുവെന്നും പറയുന്നു. മറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് ചിത്രയ്ക്ക് തന്നെയാണ് ഈ ബന്ധത്തിൽ ഒരു ഘട്ടത്തിന് ശേഷം താല്പര്യം നഷ്ടപ്പെട്ടത് എന്ന്. അലനുമായി ഔദ്യോഗികമായി ഒരു ബ്രേക്കപ്പ് ഉണ്ടായില്ലെങ്കിൽ കൂടിയും രണ്ടുപേരും തമ്മിൽ സംസാരിക്കാതെ തങ്ങളുടെ സ്വന്തം ജീവിതം നോക്കിപ്പോയി. ഇങ്ങനെ മാസങ്ങളോളം പരസ്പരം സംസാരിച്ച് ബന്ധപ്പെട്ടതേയില്ല. പക്ഷേ അലൻ അതോടുകൂടിയൊന്നും അവസാനിപ്പിച്ചില്ല. അവന് ചിത്രയോടൊരു ആസക്തി ഉണ്ടായിരുന്നു, ഒരു ഒബ്സഷൻ എന്ന നിലയിലായിരുന്നു. ഇപ്പോൾ ചിത്ര നാട്ടിലേക്ക് എത്തിയതോടെ അലൻ വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു. ചിത്ര ആദ്യം കുറച്ച് ദിവസം ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു. പിന്നീട് ഇത് ശരിയല്ല എന്ന് കരുതിയപ്പോൾ അവൾ മാറി നിന്നു. ഇങ്ങനെ ഈ ഒരു ബന്ധം മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് സംഭവം നടന്ന അന്നത്തെ ദിവസം, ആ ശനിയാഴ്ച അലൻ ചിത്രയ്ക്ക് പല തവണ ഫോൺ ചെയ്തു. ചിത്ര കോൾ അറ്റൻഡ് ചെയ്തില്ല. അവസാനം ഒരു തവണ ചിത്ര കോൾ അറ്റൻഡ് ചെയ്തു. ആ സമയം അലൻ പറഞ്ഞത്, ഒരേ ഒരു തവണ മാത്രം നമുക്ക് നേരിട്ട് കണ്ടെല്ലാം സംസാരിക്കാം, 5 മിനിറ്റ് മാത്രം മതി എന്നും പറഞ്ഞു. ചിത്ര ആദ്യമൊന്നും മടിച്ചെങ്കിലും ശരി, ഒരു പ്രാവശ്യം സംസാരിച്ചിട്ട് നമുക്കിതെല്ലാം അവസാനിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് അന്നത്തെ ദിവസം രാത്രി അച്ഛനും അമ്മയോടും തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചിത്ര ഇറങ്ങി. അലനോടൊപ്പം ബൈക്കിൽ പോയി. ഇതാണ് CCTVയിൽ കണ്ട ഫുട്ടേജ്. ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞത്, ഒരു ശാന്തമായ ഇടത്തിരുന്ന് സംസാരിക്കണം എന്ന പേരിൽ അലൻ ചിത്രയെ ആ റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവൻ ചിത്രയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചു. ഫോണിൽ മറ്റൊരു ആൺസുഹൃത്തുമായി ചിത്ര സംസാരിച്ചതിന്റെ ചാറ്റ് ഉണ്ടായിരുന്നു. ചില ഫോട്ടോസും കണ്ടു. ഇതിനെ ചിത്ര പറഞ്ഞു, സംശയമൊന്നും വേണ്ട, ഇതെന്റെ സുഹൃത്താണ് എന്ന്. പക്ഷെ അലന്റെ ഒബ്സസീവ്, ഒരു പൊസസീവ്നെസ് ഇതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. ഇവയെല്ലാം അവനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. അവൻ ചിത്രയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ എൻ്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു, നീ എന്നെ ചതിച്ചു എന്നൊക്കെ. ഇതിവർക്കിടയിൽ വലിയ തർക്കത്തിന് കാരണമായി. ഇതൊക്കെ കേട്ടപ്പോൾ ചിത്രയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നീ കാരണം എനിക്ക് എൻ്റെ എത്ര സുഹൃത്തുക്കൾ നഷ്ടമായി എന്നറിയാമോ? ഒരാളോട് പോലും സംസാരിക്കാൻ നീ എന്നെ അനുവദിക്കില്ല, ആരോടും അടുപ്പം പുലർത്താൻ പോലും നീ സമ്മതിക്കില്ല. ഇതാണ് നിനക്കൊപ്പം റിലേഷൻഷിപ്പിൽ തുടരാൻ എനിക്കൊരു വലിയ പ്രശ്നമായി മാറിയത്. ഞാൻ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നത്, ഒരു ആൺകുട്ടിയോട് പോലും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയായി മാറുക? ഇങ്ങനെ വാക്ക് തർക്കം രണ്ടുപേർക്കും ഇടയിൽ ശക്തമായി മാറുന്നു. ഇതോടുകൂടി ചിത്ര ഈ അലനെ 2-3 തവണ അടിച്ചതായും അലൻ പറയും. ഇതിനോടകം അലൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന കാരണത്താൽ പുറത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ അവൻ മദ്യലഹരിയിലായിരുന്നു. പിന്നീട് ആ സ്ഥലത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്ര പറഞ്ഞു, നമുക്കിടയിൽ ഇപ്പൊ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, അതൊക്കെ കഴിഞ്ഞതാണ്. ഒന്ന് ഫോർമലായി സംസാരിക്കണം എന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇപ്പൊ വീണ്ടും വീണ്ടും നീ എന്തിനാണ് പഴയ കാര്യങ്ങളെന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഞാൻ ആരോട് സംസാരിച്ചാൽ നിനക്കെന്ത്? ഇതൊക്കെ നീ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും എനിക്ക് ഇനിയും സഹിക്കാനാകില്ല. ഇതൊക്കെ കേട്ടതോടെ അലന് വീണ്ടും ദേഷ്യം കൂടി. വല്ലാത്ത ദേഷ്യത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ചിത്രയുടെ തലയിൽ തന്നെ അടിച്ചു. ഇതൊക്കെ അലൻ പോലീസിനോട് പറഞ്ഞതാണ്. തുടക്കത്തിൽ പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ അവളെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതോടുകൂടി അവന്റെ മുഴുവൻ മൊഴിയും മാറി. അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഒരു വലിയ കല്ലുപയോഗിച്ച് ചിത്രയുടെ തലയിൽ അടിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ഇവൻ പറഞ്ഞ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ട്. ഉപയോഗിച്ച കല്ലും കണ്ടെത്തി. ഇത് മുഴുവനും ഒരു പൊസസീവ്നെസ്, അവരുടെ സ്വഭാവം കൊണ്ടുണ്ടായ ഒരു ദുരന്തമാണ്. ഇപ്പൊ രണ്ടുപേരുടെ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അനാലിസിസ്, ബാക്കപ്പ്, ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ എല്ലാം പുറത്തെടുക്കാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അലനെ അറസ്റ്റ് ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പോലീസ് ഇപ്പോഴും ഈ ഫോൺ റെക്കോർഡുകളും CCTV ദൃശ്യങ്ങൾ, ഫോറൻസിക് തെളിവുകൾ എല്ലാം പരിശോധിച്ചു വരികയാണ്. കൂടാതെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന രീതിയിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയും ഒരു അപ്രത്യക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചു. കുടുംബവും നാട്ടുകാരും ഈ ഒരു സംഭവത്തിലെ ചില ആശയക്കുഴപ്പങ്ങളും തെറ്റായ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുക്കളിലെ ഒരാളായ ശരത്ലാൽ എന്നയാൾ പറഞ്ഞത്, ഈ CCTV ഫുട്ടേജിൽ കാണിക്കുന്നത് ഒരു പയ്യനും പെണ്ണും ബൈക്കിൽ പോകുന്നത്, ഇത് ഞങ്ങളുടെ പെൺകുട്ടിയല്ല, ഇത് ചിത്രയല്ല, മറ്റാരോ ആണ്, ഞങ്ങളുടെ മകൾ ഇതല്ല എന്ന് ബന്ധുക്കൾ പറയുന്നു.
മാധ്യമങ്ങളോടും അവർ ഇതേ കാര്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അപ്പൊ അവിടെയും ചോദ്യം വരുന്നത്, അപ്പോൾ ബൈക്കിൽ പോയത് ആരാണ്? അലൻ തന്നെ അവിടെ സമ്മതിച്ചിട്ടുണ്ട്, അത് താൻ തന്നെയാണ്, പുറകിലിരുന്നത് ചിത്രയാണെന്ന്. പക്ഷെ ബന്ധുക്കൾ അത് സമ്മതിക്കുന്നില്ല. ഫൂട്ടേജിലുള്ളത് ഞങ്ങളുടെ പെൺകുട്ടി അല്ല എന്നവർ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ കാണുന്ന ഈ CCTV ഫൂട്ടേജിലെ പെൺകുട്ടിയുടെ ഉയരം അല്പം വ്യത്യസ്തമാണ്, വേഷവും അല്പം മാറിയിരിക്കുന്നുവെന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെയും കണ്ട അനേകം കേസുകളിൽ വെച്ച് നോക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ കുടുംബം, ബന്ധം ഇവർക്കൊക്കെ ആദ്യം വിശ്വസിക്കാനാകാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ പലതരം സംശയങ്ങൾ ഉയരുന്നതും സ്വാഭാവികം. പക്ഷേ ഇവയിൽ യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ വരെ ലഭ്യമായ വിവരങ്ങൾ നോക്കുമ്പോൾ ഈ ആൺകുട്ടി പറഞ്ഞ അവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നത്തിന്റെ എല്ലാം മൂല കാരണം. 2025 നമ്മളൊക്കെ ജീവിക്കുന്നത്. സമൂഹം സാങ്കേതികമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മനോവിജ്ഞാനപരമായിട്ടോ ബന്ധങ്ങളോട് പെരുമാറുന്ന രീതിയിലോ സമൂഹം അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ആരാണ് ശരി, ആരാണ് തെറ്റ്, ഇത് വേറെ ചർച്ചയാണ്. ഈ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അതിന് ഒരു പരിഹാരം അടിക്കലോ ആക്രമിക്കലോ അതൊരു കൊലപാതകമോ അല്ല. ഇവിടെ അത്രയും സ്നേഹിച്ചു എന്ന് പറഞ്ഞൊരു ആൺകുട്ടി തന്നെയാണ് അവസാനം ആ പെൺകുട്ടിയുടെ ജീവൻ എടുത്തത്. അവന്റെ ജീവിതം ഇപ്പൊ മുഴുവനായും ജയിലിലാണ്. പെൺകുട്ടിയാണെങ്കിൽ ഈ ലോകം വിട്ട് പോവുകയും ചെയ്തു. ഇത് തന്നെയാണ് ഈ ഇരുവരുടെയും ഒരവസാനം. റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതെല്ലാം വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ആരെയും ആർക്കും കൊല്ലാനുള്ളൊരു അവകാശമില്ല. അതിപ്പോൾ ടെക്നോളജി എത്ര തന്നെ വളർന്നു എന്ന് പറഞ്ഞാലും, സാങ്കേതിക വിദ്യ മനുഷ്യരെയൊക്കെ വിരത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാലും, ഒരാൾക്കൊരാളെ കൊല്ലാനുള്ള ഒരവകാശവും ഏതൊരു കാലത്തും ഉണ്ടാവുകയില്ല. അവൻ പറഞ്ഞത്, ഞാൻ ആ സമയം മദ്യലഹരിയിലായിരുന്നു, ഞാൻ അറിയാതെ ചെയ്തു പോയി, ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെയാണ്. മദ്യം കഴിച്ച് എന്തെങ്കിലും ക്രൈം ചെയ്യുന്നവർ അവസാനം വന്നു നിൽക്കുന്നത് ഇങ്ങനെ ഒരു പോയിന്റിലായിരിക്കും. നമ്മുടെ പല കേസുകളിലും ഇതൊക്കെ നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ആ ഒരു നിമിഷത്തിൽ എടുത്ത തെറ്റായ തീരുമാനം 2 ജീവിതങ്ങളെയും നാശത്തിലാക്കി എന്ന് തന്നെ പറയണം. ഒരു സാധാരണ രാത്രി കടയിലേക്ക് പോയിട്ട് വരാം എന്ന ഒരു വാക്കിൽ തുടങ്ങി ഇത്ര വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ച കഥ. സത്യത്തിൽ ഇത് ഒരു കുടുംബത്തിൻ്റെ കഥ മാത്രമല്ല, നമ്മുടെ മുഴുവൻ സമൂഹത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ബന്ധങ്ങളിലൊക്കെ വിശ്വാസം, സുരക്ഷ, വ്യക്തിഗത അതിരുകൾ, ബന്ധങ്ങളിലുള്ള ഗൗരവം ഇതെല്ലാം അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കേസുകൾ വളരെയധികം നടക്കുന്നുണ്ട്. അതും ഇന്നത്തെ ഈ തലമുറയിലുള്ള യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്, സീരിയസ് റിലേഷൻഷിപ്പ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഷോർട്ട് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ പേരുകൾ മാത്രം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒരേ ഒരു കാര്യം മാത്രം, ഒരു അധിക്ഷേപവും അധികാരബോധവും ഒക്കെ കൂടുന്നുണ്ട്. ബന്ധം അവസാനിച്ചതിന് ശേഷം പോലും താങ്ങാനാകാത്ത ഒരു അധികാരബോധം ചിലർ കാണിക്കുന്നുണ്ട്. ഈ കേസിൽ സംഭവിച്ചതും അതിൻ്റെ ഏറ്റവും അപകടകരമായ രൂപം തന്നെയാണ്. നമുക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചില തർക്കങ്ങളും അനിഷ്ടങ്ങളും ഇത്ര വലിയ ദോഷത്തിലേക്കാണ്, ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സംഭവം. സത്യത്തിൽ ഇതൊരു ക്രൈം സ്റ്റോറി മാത്രമല്ല, ഒരുപാട് യുവാക്കളും മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകൾ, റീസൺ ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.